ഒരാൾ പറയുന്നു, പാർട്ടി ജനറൽ സെക്രട്ടറി പറയുന്നത്, സംസ്ഥാന സെക്രട്ടറി പറയുന്നത് എന്താണ്, അതിനൊപ്പം സ്ഥാനാർത്ഥിയായ എം സ്വരാജ് പറയുന്നത് മറ്റൊരു കാര്യം. അത് ഈ സംഭവം കൂടുതൽ കത്തിക്കണ്ട എന്ന ഒരു ഉദ്ദേശത്തിൽ വളരെ സൗമ്യനായി തന്നെ ഒരു മറുപടി പറയുന്നു എം സ്വരാജ്. പക്ഷേ ഈ കാര്യങ്ങൾ മറ്റെല്ലാവരും ചർച്ചയാക്കുക തന്നെ ചെയ്യും. സണ്ണി ജോസഫാണോ ഒപ്പം ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് ഇംതിയാസ്? ഈ RSSുമായി അടിയന്തരാവസ്ഥ കാലത്ത് CPM ചേർന്നിരുന്നു എന്ന് പറയുന്നത് മാതൃഭൂമി ന്യൂസിന്റെ അഭിമുഖത്തിലാണ്, അഭിലാഷൻ നൽകിയ അഭിമുഖത്തിലാണ് അത് പറയുന്നത്. എന്നാൽ അത് വളരെ വേഗത്തിൽ തന്നെ ചർച്ചയാവുകയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ, നിശബ്ദ പ്രചാരണമൊക്കെ കഴിഞ്ഞ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോഴാണ് അത് വീണ്ടും ഒരു ചർച്ചയായി മാറുന്നത്. ഇപ്പോൾ എനിക്കൊപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ചേരുകയാണ്. അഭിമുഖം കണ്ടിരുന്നോ? അതായത് കണ്ടിരുന്നു. അപ്പോൾ ഗോവിന്ദൻ മാഷ് അറിയാതെ സത്യം പറഞ്ഞു പോയതാണ്. ഇതുവരെ ഈ സത്യം CPM നേതാക്കന്മാർ മൂടിവെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. CPMനെ പല ഘട്ടത്തിലും നയിച്ചിട്ടുള്ള രാഷ്ട്രീയ ചിന്ത അന്ധമായ കോൺഗ്രസ് വിരോധമാണ്. അത് നെഹ്റുവിൻ്റെ കാലം മുതലുണ്ട്. ഇന്ന് അവർ പലരും നെഹ്റുവിനെ മാതൃകയായി, സാമ്പത്തിക നയങ്ങളുടെ മാതൃകയായിട്ട് അവർ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അക്കാലത്ത് നെഹ്റുവിനെ എതിർത്തു. പിന്നീട് കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിമാരെയും നേതാക്കന്മാരെയും എല്ലാ കാലഘട്ടങ്ങളിലും എതിർത്തിട്ടുണ്ട്. ആ അന്ധമായ കോൺഗ്രസ് വിരോധത്തെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി RSSുമായിട്ടും BJP ആയിട്ടും പരസ്യമായിട്ട് രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ പോലും അവർ ഒന്നിച്ച് മത്സരിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള CPMന്റെ മുതിർന്ന നേതാക്കന്മാർ, സുർജിത് ഉൾപ്പെടെയുള്ള മുൻകാല നേതാക്കന്മാർ, അവരെ അഡ്വാനിയുടെയും വാജ്പേയിയുടെയും ഒന്നിച്ച് വട്ടമേശ സമ്മേളനങ്ങളിൽ, അത്താഴ വിരുന്നുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സ്വരാജ് ഇതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹം തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പാർട്ടിയുമായി ചേർന്നിട്ടുണ്ട് കോൺഗ്രസ് എന്ന് പറയുന്നുണ്ട്. ജനതാ പാർട്ടിയുമായി ചേരുക മാത്രമല്ലോ ചെയ്തത്. ജനതാദളിന്റെ ദേവഗൌഡയെ കോൺഗ്രസ് പ്രധാനമന്ത്രിയാക്കിയില്ലേ? അത് BJPനെ എതിർക്കാൻ വേണ്ടിയല്ലേ? നെവർ വാട്ട് ഹാപ്പൻസ് എന്താ പറയുന്ന സത്യവിരുദ്ധമായിട്ട് ഇപ്പം പെട്ടിട്ടുള്ള വിടല് സ്വരാജിനെ ഇത് ബാധിക്കും. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ കാണുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി പരസ്യമായിട്ട് CPM RSS പരസ്യ ബന്ധം സമ്മതിക്കുകയാണ്. അതും ദൃശ്യമാധ്യമങ്ങളിലാണ് വന്നിട്ടുള്ളത്. ഇനി എത്ര നിഷേധിച്ചാലും, എത്ര ശക്തിയിൽ നിഷേധിച്ചാലും ഗോവിന്ദൻ മാഷക്കല്ല ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിലാണ്. കോൺഗ്രസ് ഒരിക്കൽ പോലും RSSുമായും BJPയുമായും ചേരാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എല്ലാവർക്കും വ്യക്തമല്ലേ അതൊരിക്കലും ചേർന്നിട്ടില്ല എന്നുള്ളത്. ജനതാദളുമായി ചേർന്നപ്പോഴാണ്, ജനതാദളിൽ BJP വിട്ടു വന്നപ്പോൾ ദേവഗൌഡയെ പ്രധാനമന്ത്രിയാക്കാനാണ്. കർണാടകത്തിലും ചേർന്നിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം വഞ്ചിച്ചു പോയി. അവർ വീണ്ടും മന്ത്രിസ്ഥാനത്തിന് വേണ്ടി BJP ആയിട്ട് അവർ ബന്ധപ്പെട്ട് നിൽക്കുന്നു. ആ ജനതാദളിൻ്റെ കേരള ഘടകം പിണറായി വിജയൻ്റെ കൂടെയുണ്ട്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ അവർക്ക് BJP അല്ല അവരുടെ നമ്പർ 1 ശത്രു കോൺഗ്രസ് ആണ്. അതുകൊണ്ട് കോൺഗ്രസിനെ എതിർക്കാൻ വേണ്ടി പലപ്പോഴും അവർ RSSുമായിട്ട് രഹസ്യവും പരസ്യവുമായ ബന്ധങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ പരസ്യ ബാന്ധവം ഗോവിന്ദൻ മാഷ് സമ്മതിക്കാൻ നിർബന്ധിതനായി അത് ചോദിച്ചു വരുത്തിയ ചാനൽ അവതാരകരെ ഞാൻ പ്രത്യേകമായിട്ടും നന്ദി പറയുകയാണ്. കാരണം ഈ ഫാക്റ്റ് അവർ മൂടി വയ്ക്കാൻ ശ്രമിച്ചത് ലെറ്റ് ഇറ്റ് ബി ഇൻ പബ്ലിക്. ഇതിപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷത്തിൽ നിൽക്കുമ്പോഴാണ് ഇത് വീണ്ടും ചർച്ചയാവുന്നത്. ഗോവിന്ദ മാഷ് തന്നെ അതിനകത്ത് പറയുന്നുണ്ട്, അങ്ങനെ ഞങ്ങൾ ഉറപ്പിച്ചു പറയാം, അതങ്ങനെ ഒരു വിവാദം വന്നാലൊന്നും ഒരു പ്രശ്നമില്ല എന്ന രൂപത്തിലൊക്കെയാണ് പറയുന്നത്. ഇത് അവസാന ഘട്ടത്തിൽ കോൺഗ്രസിന് വീണ് കിട്ടിയ ഒരു വടിയായി മാറിയോ? അല്ലെങ്കിലും കോൺഗ്രസിന് ഒരുപാട് വടികളുണ്ടല്ലോ. ഇതാ വടികളുടെ കൂട്ടത്തിൽ ആയുധത്തിന് മൂർച്ച കൂട്ടും അത്രമാത്രം. സ്വരാജിന് ഇത് ബാധിച്ചു എന്ന് ഇപ്പം തന്നെ മനസ്സിലായല്ലോ. സ്വരാജ് എത്ര ഉരുണ്ട് കളിച്ചാലും സംസ്ഥാന സെക്രട്ടറിക്ക് അപ്പുറത്ത് സ്വരാജിന് പറയാൻ പറ്റുമോ? സ്വരാജ് കേവലം ഒരു സ്ഥാനാർത്ഥിയല്ലേ. ഇനി ഗോവിന്ദ മാഷെ തിരുത്താൻ ആർക്കെങ്കിലും പറ്റുമോ? MA ബേബിക്ക് പോലും പറ്റുമോ? കാരണം അത് പബ്ലിക്കിലില്ലേ, ആ ശബ്ദോടില്ലേ. അപ്പോഴും ഈ CPM ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് UDFനുള്ള ബന്ധം, ആ കാര്യത്തിൽ പ്രിയങ്കയെ കൊണ്ടുവന്നിട്ട് പോലും ഒരു നിലപാട് പറയാൻ ഇതുവരെ ആരും തുനിഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തിൽ ഒരു നിലപാട് UDF പറയുന്നില്ല എന്നാണ്. വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ബാന്ധവുമില്ല, ഞങ്ങൾക്ക് പിന്തുണ തന്നു. ആ പിന്തുണ തെരഞ്ഞെടുപ്പിലെ പിന്തുണയാണ്. ആരുടെ പിന്തുണ വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ദാറ്റ് ഈസ് ഓൾ. അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ഒന്നുകൂടി പറഞ്ഞു,
അവരുമായിട്ട് പരസ്യ ബന്ധമുണ്ടായിരുന്നതും അവർ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ദേശാഭിമാനി അതിനെ മുക്തകണ്ഠം പ്രശംസിച്ചതും പിണറായി വിജയൻ തന്നെ അതിനെ സ്വാഗതം ചെയ്തും വോട്ട് ചെയ്തുകൊണ്ടാണ് CPM-ന്റെ അക്കാര്യത്തിലെ അവസരവാദവും ഞങ്ങൾ തുറന്നു കാട്ടിയത്. അതിൽ അവർ പറയുന്നൊരു കാര്യം, അഖിലേന്ത്യാ തലത്തിൽ ഈ ജമാഅത്തുമായുള്ള ബന്ധത്തിന് ദേശീയ തലത്തിൽ വേറൊരു നിലപാടാണ്, കേരളത്തിൽ മറ്റൊരു നിലപാടാണ്. കേരളത്തിലെ കോൺഗ്രസ് എന്തിനാണ് ഇതിനെയൊക്കെ താലമേന്തി സ്വീകരിക്കുന്നത് എന്നാണ്. MV ഗോവിന്ദന്റെ പ്രസംഗം പോലും അങ്ങനെയായിരുന്നു. ഒയ്നമാഷ് ഇതിന് ഉത്തരം പറയട്ടെ. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു ബന്ധവുമില്ല, വോട്ട് ചെയ്യേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതാണ്. കോൺഗ്രസ് എന്തായാലും ജനതാ പാർട്ടിയുമായിട്ട് ഒരു ബന്ധവും സ്ഥാപിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണോ സണ്ണി ജോസഫ്? നേരത്തെ പറഞ്ഞില്ലേ, ജനതാദളിന്റെ ദേവഗൌഡയെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോൺഗ്രസിന് 155 MP-മാരും ദേവഗൌഡയ്ക്ക് 55 MP-മാരും ഉള്ളപ്പോൾ കോൺഗ്രസ് ആ ഗവൺമെന്റിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ദേവഗൌഡയുടെ പേര് പറഞ്ഞ പാർട്ടിയാണ്. കർണാടകത്തിൽ കോൺഗ്രസിന്റെ പകുതി MLA-മാർ മാത്രം ജനതാദളിലുള്ളപ്പോൾ കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. എങ്ങനെയാണ് അവസാന ഘട്ടത്തിലെത്തുമ്പോൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അവസാന വട്ടവും ഈ ജമാഅത്ത് ബന്ധം നിങ്ങൾക്കെതിരെ ആരോപിക്കുന്നുണ്ട്. ഇപ്പോൾ MV ഗോവിന്ദന്റെ ഈ ഒരു വാക്കുകൾ ഇപ്പോൾ വിവാദമാവുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു അവസാന ഘട്ടത്തിലെത്തുമ്പോൾ? ഇതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളാണ് ഞങ്ങൾ ഉയർത്തിക്കാട്ടിയത്. സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ജനകീയമായിട്ടുള്ള പ്രതിഷേധം സർക്കാരിനെതിരെ ഉണ്ടാകും. അത് വോട്ടായിട്ട് കോൺഗ്രസിന് അല്ലെങ്കിൽ തന്നെ തല്ലാൻ ഒരുപാട് വടികൾ കയ്യിലുണ്ട്. അതിന്റെ കൂട്ടത്തിൽ മികച്ച ഒന്നുകൂടിയായി എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്.